ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എന്താ ഇന്നിങ്ങനെ വേസ്റ്റൊക്കെ എടുത്ത് വെച്ചേക്കുന്നതെന്നല്ലേ, ഇന്ന് ഈ വേസ്റ്റ് കൊണ്ട് നമ്മളുടെ കോഴികൾക്ക് കുറച്ച് തീറ്റ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചു. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഈ വേസ്റ്റിൽ നിന്ന് ഇവളെങ്ങനെ തീറ്റ ഉണ്ടാക്കി? സിമ്പിളായ കാര്യം തന്നെയാണ്. വേസ്റ്റ് അഴുകുമ്പോൾ ആ വേസ്റ്റിനകത്ത് പുഴുക്കളുണ്ടാകും. ഇതിന് പറയുന്നത് BSR ലാവ എന്നാണ് പറയുന്നത് അല്ലേ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതാണ്ട് ഈ പുഴുക്കളായി മാറും. ഇങ്ങനെ ഈ വേസ്റ്റ് തിന്ന് ഇവരിങ്ങനെ പുഴുക്കളായിട്ട് മാറും. ഈ പുഴുക്കളായിട്ട് മാറുമ്പോൾ ഇത് ഒരു തരം ഈച്ച വന്ന് മുട്ടയിട്ട് ആ ഈച്ചയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. കുഞ്ഞുങ്ങളിങ്ങനെ ഇതായിട്ട് മാറി ഈ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകൾ മൊത്തം നമുക്ക് പുറത്തെങ്ങും വലിച്ചെറിയാതെ ഇങ്ങനെ ഒരു ബക്കറ്റിനകത്തോ വല്ലതും കോഴിയൊക്കെ വളർത്തുന്നവർക്ക് ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ഇവരിങ്ങനെ തിന്ന് നമുക്ക് അവർ വളരുന്നതനുസരിച്ച് നമ്മുടെ കോഴികൾക്ക് തീറ്റയായിട്ട് മാറും. ഇവരെ നമുക്ക് കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ വഴി. അതിലൂടെ ഒരു ഉപകാരം കൂടിയുണ്ട്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ, ഇതിനങ്ങനെ അമിത സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മളൊരു പലകയോ വല്ലതും വെച്ച് ഇങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി. ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ദിവസം ബക്കറ്റിൽ വെച്ച് ഒന്ന് അഴുകി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു 2 കല്ലൊക്കെ കെട്ടി ഒരു ചെറിയൊരു ഇത് വാനം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. 2 സൈഡും കെട്ടി അതിലേക്ക് കൊണ്ട് തട്ടിയിട്ട് കൊടുക്കും. അത് അവിടെ കിടന്ന് ഇങ്ങനെ അഴുകി ആ പുഴു അതെല്ലാം ആയിട്ട് ഇങ്ങനെ തിന്നും കേട്ടോ. തിന്നത് പുഴുവായിട്ട് മാറും, ഒരുപാട് പുഴുക്കളായിട്ട് മാറിക്കഴിയുമ്പോൾ ഇതെടുത്തുകൊണ്ട് പോയി നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റും. അതിലേക്ക് ഉപരി നമ്മുടെ വേസ്റ്റ് നമുക്ക് അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയേണ്ട വരത്തുമില്ല. ഇതുകൊണ്ടോ വീട്ടിലെ കൈതച്ചക്ക, മാങ്ങ, ഈ ചക്കയൊക്കെ ഇട്ട എളുപ്പ പുഴുവായിട്ട് മാറും കേട്ടോ. ഈ പുഴുവിനെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു വേസ്റ്റും നമുക്ക് വലിച്ചെറിയേണ്ട വരത്തില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ ഉണ്ടാക്കുന്നതിനകത്തോട്ട് അതായത് പുളിയുള്ള നാരങ്ങയുടെ തൊണ്ട് അതൊന്നും ഇട്ട് കൊടുക്കല്ല. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വരത്തില്ല. അതേസമയം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാൻ കഴിയും കേട്ടോ. ഇതേപ്പറ്റി എനിക്കിത്ര വിശദമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മുടെ VS പോൾട്രിയിലെ വീണ ചേച്ചിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എടുക്കുന്നതെന്നും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നെ. ചേച്ചിയുടെ ചാനലിൽ ഇതിൻ്റെ ലോങ് വീഡിയോസ് ഒക്കെ നല്ല രീതിയിൽ ചേച്ചി ചെയ്തിട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ. അപ്പം ഞാൻ ചേച്ചി പറഞ്ഞു തന്ന പ്രകാരം ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തതാണ്. അപ്പം വേണ്ട ഇതെല്ലാം അത് പുഴുവായിട്ട് മാറി. ഞാൻ ഓരോ ഘട്ടമായിട്ടുള്ള ഭാഗങ്ങൾ എടുത്തു വെച്ചിരുന്നതാണ്. ഇവർ മൊത്തം ഇപ്പം അതാ നമ്മൾ കൊണ്ടിട്ടിരുന്ന വേസ്റ്റ് എല്ലാം അഴുകി അത് പുഴുവായിട്ട് മാറിയിട്ട് ഇനി ഇവരെ എടുത്ത് കുഞ്ഞു കോഴികൾക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ, അതായത് പൊടിക്കോഴി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ 2 മാസം പ്രായമൊക്കെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ലേ, അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന, ഒരു തൂമ്പ വെള്ളം വെച്ച് ഇങ്ങനെ വടിച്ച് കോരി ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. അപ്പോൾ പാത്രത്തിൽ വെച്ച് കഴിയുമ്പോൾ ഈ പുഴുക്കൾ തന്നെത്താൻ, എന്നിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തിൽ മറ്റ് വേസ്റ്റുകളെല്ലാം അങ്ങ് പോവുകയും ചെയ്യും. ഈ അരിപ്പയുള്ള പാത്രമില്ല, പണ്ടൊക്കെ നമ്മൾ ചോറൊക്കെ കോരി വെക്കുന്നത്, ഞാൻ അതിനകത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്തിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം, ഇവരൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്ന എളുപ്പമാർഗ്ഗം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൈക്ക് ഒന്ന് താഴെ പോയി, അപ്പോഴാണ് എൻ്റെ സൗണ്ട് ഒന്ന് ലാഗായത്. ആരും ഒന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പം അത് കഴുകിയെടുത്ത് നമുക്ക് കുഞ്ഞു കോഴികൾക്ക് കൊടുക്കുകയും ചെയ്യാം. വലുതിന് ഞാനിങ്ങനെ വെട്ടിക്കോരിക്കൊണ്ട് ഇതേപോലെ ഒരു ഡിഷിനകത്തോ വല്ലതും ഇട്ട് കൊടുക്കും. അവരവിടെ നിന്ന് കുത്തിപ്പറക്കി തിന്നോളും താനും. നമുക്കൊരു ദിവസത്തെ ഒരു തീറ്റ ചിലവ് കുറഞ്ഞും കിട്ടും. ഇത് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം പോവുകയും ചെയ്യും, തീറ്റ ചിലവ് കുറഞ്ഞിരിക്കും. ഇതേ ഒരു നേരം നമുക്ക് അവർക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഈ ബുദ്ധി ഞാൻ പറഞ്ഞല്ലോ, വീണ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാണ്. ഞാൻ എന്നും തീറ്റ മേടിച്ചൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ചേച്ചിയുടെ ബുദ്ധിയാണിത്, ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാണ്. അതുപ്രകാരമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അപ്പം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. ഇത് ഒരു നേരം നമുക്കിപ്പോൾ വയ്യുമ്പാടൊക്കെ ഒരു നേരം ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഴിത്തീറ്റ അരിയൊന്നും കൊടുക്കേണ്ട വരുന്നില്ല. ഇത് തിന്നു കഴിയുമ്പോൾ അവർ ഹാപ്പി. അത് തന്നെയല്ല, ഇവർക്ക് ഇതിങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേനുണ്ടല്ലോ നല്ലൊരു ബിരിയാണി കൊടുത്ത ഫീൽ. അവരത് മൊത്തം കുത്തിപ്പറക്കി മൊത്തം തിന്നും. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അവർക്ക്. അത് കണ്ടോ, ഇങ്ങനെ അങ്ങ് ഇതായിട്ടിരിക്കുമല്ലേ. കുഞ്ഞു കോഴികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴുകിയിട്ടേ കൊടുക്കാവൂ, ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ കൂടിയിട്ട്.
വലിയ കോഴികൾക്ക് അത് ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുവച്ച് കൊടുത്താൽ മതി. അവർ ആ വേസ്റ്റ് ഒന്നും കഴിക്കത്തില്ല. എന്താ BSR എനിക്കത് പറയുമ്പോൾ തെറ്റി, ഞാൻ പുഴുന്ന് തന്നെ പറയാം. അപ്പം പുഴുക്കളെ അവർ കൊത്തിപ്പറക്കി തിന്നു കഴിയുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി, എന്ത് സന്തോഷത്തോടാണ് തിന്നുന്നത്. ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ അവർ ഒരിക്കലും ഇങ്ങനെ കഴിക്കത്തില്ല, അവർ വളരെയധികം സന്തോഷത്തോടാണ് കഴിക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എളുപ്പമാണ്, ഒന്നും അറിയാനില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം, ഇതിനകത്തിൽ അതായത് നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടരുത്. ഓറഞ്ചിൻ്റെ തൊലി, ഓറഞ്ച് അങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുക്കല്ല. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. നാരങ്ങ ഇട്ടുമ്പോൾ പുളിപ്പല്ലേ, ആ പുളിപ്പുള്ളത് കൊണ്ട് ഈ പുഴു അടുക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ചേച്ചി എന്നോട് പറഞ്ഞു തന്നത് നാരങ്ങ ഇടരുതെന്ന്, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇങ്ങനെ കുഞ്ഞു കോഴിമക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷം, അവർ കൊത്തി പിറക്കി തിന്നും. അത് തന്നെ കോഴിക്കുട്ടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് ഇവർക്കൊരു വളർച്ച, ഒരു ഗ്രോത്ത് ഉണ്ടാകും കുഞ്ഞു കോഴികൾക്കൊക്കെ. ഇതൊക്കെയാണ് ഈ ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. അതിലുപരി നമ്മുടെ ഒരു നേരത്തെ തീറ്റ ലാഭവും ആകും. നമുക്ക് തീറ്റ പുറത്തുനിന്ന് മേടിച്ചൊക്കെ കൊടുക്കുന്നവർക്കാണെങ്കിൽ ഈസിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് തന്നെ അവർക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് മാറുമല്ലേ. നമ്മൾ അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞിങ്ങനെ കളയുന്ന വേസ്റ്റ് നമുക്ക് നമ്മുടെ കോഴികൾക്ക് തന്നെ തീറ്റയാക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമല്ലേ. അതിലുപരി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നമ്മളുടെ വീട്ടിൽ ഒരു കോഴിയെ വളർത്തുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ പരിസരം വൃത്തിയാകും, എല്ലാം അടിപൊളിയാവത്തില്ല.